നമുക്ക് ഇന്ന് രാവിലെ മുതൽ 9:30 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാലും 10 o'clock ആയിട്ട് ഇതുവരെ നമുക്ക് നല്ലൊരു ക്ലാസ്, ഒരു വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ നമുക്ക് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ എപ്പോഴും സാറ് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് എപ്പോഴും മനസ്സിൽ കുട്ടികളെ കണ്ടിട്ടാണ്. നമുക്ക് ആ കുട്ടികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ നമ്മളുടെ കുട്ടികളിലേക്ക് എങ്ങനെ, അല്ലെങ്കിൽ കുട്ടിക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ വിഷയം കൂടുതൽ കാര്യത്തോടു കൂടി നമുക്ക് ആക്റ്റീവായിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മാത്രമല്ല, അത് തുടർന്നും ഈ ഒരു ക്ലാസ് കൊണ്ട് നന്നായിട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നു. ഓരോ കാര്യത്തിലും ഇന്നെ പോയിന്റ്സ് പറയല്ല, ഏത് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സമയം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വൈഫിനോട് പറഞ്ഞ് 9:30 മുതൽ 12:30 വരെ ക്ലാസ് ഉണ്ട്. ഈ ടീച്ചേഴ്സിന് ഇപ്പോൾ 3 മണിക്കൂർ കൂടെ ക്ലാസ്സിന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ബോറായിരിക്കും. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. പക്ഷെ എനിക്ക് ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയം ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് ഒരു മിനിറ്റ് പോലും ബോറായിട്ടില്ല. ഞാൻ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് മാത്രമാണ് ആ സാറിൻ്റെ പ്രസൻറ്റേഷൻ. അത് മാത്രമല്ല, നമ്മൾ എന്താണോ നെക്സ്റ്റ് ഇയർ എന്താണോ ഉദ്ദേശിക്കുന്നത് സാർ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സ്പിരിറ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ സാറിൻ്റെ ഓരോ പോയിന്റ്സും നമുക്ക് വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കുട്ടികളിലേക്ക് നമുക്ക് എത്തിച്ച് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ ക്ലാസ് കൊണ്ട് നമ്മൾക്കല്ല, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇത് ഉപകാരപ്പെടുത്താം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ എനർജറ്റിക് ആവുക. ആർക്കെങ്കിലും നമുക്ക് ഞാനാണിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എത്രയോ, അല്ലെങ്കിൽ ഞാൻ കുറേ പീരീഡ് അല്ലെങ്കിൽ കുറേ ക്ലാസ്സുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നാണെങ്കിലും ഇപ്പോൾ ഈ സാറിൻ്റെ ക്ലാസ് കൊണ്ട് എനിക്ക് ഒരു 10 വർഷത്തേക്ക് ഒന്നും കൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ. അപ്പോൾ ഈ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൂടുതൽ ഇനി ബാക്കിയുള്ളവർക്ക് നന്നായിട്ട് പറയാനുണ്ടാവും. എല്ലാവരും സാറിന് നന്ദി. വളരെ രസകരമായൊരു ക്ലാസ് ആയിരുന്നു. വന്നപ്പോൾ വിചാരിച്ചത് എന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മാഷ് എന്നെ കളിയാക്കി ചിരിച്ചു. ഇന്നലെ മുഴുവൻ മോട്ടിവേഷൻ ക്ലാസ്സോ നിങ്ങൾക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കി ചിരിച്ചു. അപ്പം ഞാനിവിടെ എത്തിയപ്പോൾ മുതൽ ഞാൻ അതായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നത്, എന്തു മറുപടി പറയും എന്നുള്ളതായിരുന്നു. അപ്പം മറുപടി, വളരെ മനോഹരമായ മറുപടി കൊടുക്കാനുള്ള ഒരവസരമാണ് മാഷ് തന്നിട്ടുള്ളത്. പിന്നെ ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സ് വേറെ എവിടേക്കും പോയിട്ടില്ല. മാഷിൻ്റെ ക്ലാസ് വളരെ രസകരമായിരുന്നു. ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റണേ എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയാം. ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണം, കണ്ടക്ട് ചെയ്യണം, എല്ലാവരും എൻജോയ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. സാറിന് മനോഹരമായ ഒരു ദിവസം സമ്മാനിച്ചതിന് വളരെ നന്ദി അറിയിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ മോശം ടീമൊന്നല്ല, ഇവിടെ 100% 39% ആക്കിയ ടീമാണ്. കുട്ടികൾ തന്നെ മണിമുത്തുകളായിട്ട് പുറത്തിറങ്ങണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാറ് കുറേ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് വളരെ കുറച്ചേ പറയാനുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, സാറിന് ഒരുപാട് നന്ദി. ഒരുപാട് മോട്ടിവേറ്റഡ് ആയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.
ചുരുങ്ങിയ വാക്കുകൾ. സാധാരണ ആമാശയം കാലിയായാൽ ആശയത്തിന് പ്രസക്തി ഇല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ കാലിയായ ആമാശയങ്ങൾക്ക് മുമ്പിൽ പ്രസക്തിയുള്ള ആശയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏത് കാലിയായ ആമാശയങ്ങൾക്ക് മുമ്പിൽ മണിക്കൂറുകൾ പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ് പിന്നെ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന 40-45 മിനിറ്റുകൾ ഇതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാറ് ക്ലാസ് അവതരിപ്പിക്കും കൃത്യമായി വെൽ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. നമുക്ക് എല്ലാവരും പറയാം, നമ്മളൊക്കെ അധ്യാപകരാണ്. ഇതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ക്ലാസ് റൂമുകൾ വൈബ്രൻ്റ് ആക്കാനും സ്റ്റാർ ആക്കാനും ഒക്കെ പറ്റുമെന്നാണ് എനിക്ക് ക്ലാസ് കേട്ടപ്പോൾ തോന്നിയത്. സാറിന് ഹൃദ്യമായി നന്ദി.